ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ നമ്മൾ കണ്ടു ആദ്യമേ ഷാനവാസ് ഖാനെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി, അതിനുശേഷം കുറച്ചുകൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിവേ ഷാനവാസ് പൂർവാധിക ശക്തിയോടെ തന്നെ തിരിച്ചു വരുന്നത് പ്രതീക്ഷിക്കാം. ഒരുപാട് പേര് മെയിൽ അയച്ചിട്ടുണ്ട് ഷെയ്ഷാൻറ്റിൻ്റെ ഇതിൽ, നന്നായി തന്നെ ഞാൻ പറയുന്നുള്ളൂ. ആൻഡ് ഓൾസോ എന്നിട്ടും അക്ബർ, ആര്യൻ, നെവിൻ അവർ ആക്ടിങ് ആണെന്ന് തന്നെയാണ് ഈ പറയുന്നതും. ഒരു കൂസലും ഇല്ലാതെ നെവിനെ ബിഗ് ബോസ് വിളിച്ചിരുന്നു. ഷാനവാസ് വന്നതിന് ശേഷം എന്തൊക്കെ നടപടി എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ നെവിൻ പറയുന്നുണ്ട് അക്ബറിനോട്, ഞാനിപ്പോൾ ഇവിടുന്ന് പോയാലും യു ഷുഡ് പ്ലേ വെൽ എന്നാണ് പറയുന്നത്. എനിവേ 3 പേരും ചേരും എന്ന് പറയുന്നില്ലേ, ആ 3 വാഴകളും ചേർന്നിട്ടുണ്ട്. ബിഗ് ബോസിനെ പോലും ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെയാണ് ബിഗ് ബോസ് വിളിച്ചപ്പോഴത്തേക്ക് നെവിൻ കാലമേ കാലൊക്കെ ഇട്ടിട്ട് യെസ് ബിഗ് ബോസ്, അപ്പം ബിഗ് ബോസ് വാൺ കൊടുത്തു, എന്താ വിളിച്ചിട്ടൊരു അനുസരണ ഇല്ലെന്ന് പറഞ്ഞ് നല്ലപോലെ ബിഗ് ബോസ് കൊടുത്തു. പക്ഷേ അത് വാണിങ്ങിൽ ഒതുക്കരുത് എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഷാനവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ എന്ന് തന്നെ പറയാം, സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയൊരു അടിയായി മാറും. ബിക്കോസ് വാണിംഗ് അല്ല കൊടുക്കേണ്ടത്. യെസ്റ്റർഡേ തന്നെ അനുമോളെ അത്രയും ചെയ്തിട്ടും ബിഗ് ബോസ് ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫേവറേറ്റ്സും ഉണ്ട് എന്ന് പറയുന്നത് ഇതിൽ കാര്യമായിട്ടുണ്ട്. പിന്നെ ഷാനവാസ് ഇറങ്ങിയാലും ചിലപ്പോൾ പറയാം ഷാനവാസിന് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോട്ടേ എന്ന് ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ റോക്കിയോ അല്ലെങ്കിൽ റോബിനെ പോലെയുള്ള ആൾക്കാരെ ഇവിടുന്ന് എവിക്റ്റ് ആക്കി വിട്ടത് പറഞ്ഞിട്ടും ആർക്കാണോ ആ ഫിസിക്കൽ അസോൾട്ട് നേരിട്ട ആൾ പറഞ്ഞിട്ടാണ്. ഷാനവാസ് പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇൻ കേസ് പറയണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അതിനുശേഷം നെവിൻ അഹങ്കാരം കൂടുകയും പോയി സിഗരറ്റ് വലിക്കുന്നു, ടെൻസ്ഡ് ആവുന്നു, എന്തൊക്കെ കാട്ടായങ്ങളാണ് ഈ ലൈവിൽ കിടന്ന് കാണിക്കുന്നത്. ഇത്രത്തോളം വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസ് സീസണിലേ ഉണ്ടായിട്ടില്ല. റോക്കിയെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, സത്യമാണ്. അതേപോലെ തന്നെ റിയാസിനെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇതുപോലെ അതായത് ആദ്യമൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയി വന്നിട്ട് ഫാമിലി വീക്കിന് ശേഷം ആളാകെ മാറിപ്പോയ ഒരാളാണ് ഈ നെവിൻ എന്ന് പറയുന്നത്. അതായത് ഫാമിലി വീക്ക് വന്നപ്പോൾ എല്ലാവർക്കും നെവിനെ ഇഷ്ടം, നെവിൻ്റെ എന്താ പറയുക ഡയലോഗ്സുകൾ ഇഷ്ടം, പുറത്ത് ഭയങ്കര ഫേമസ് ആണെന്നൊരു വിചാരം, വിന്നറാകും എന്നുള്ള വിചാരം, ഇതൊക്കെ കൊണ്ടാവണം. നേരത്തെ അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അനുമോളുടെ കൂടെ നടക്കുമായിരുന്നു നെവിൻ. അപ്പോൾ അതിനുശേഷം ഫാമിലി വീക്കിന് വന്നതിന് ശേഷം എല്ലാവർക്കും അവന് എന്തോ പിടികിട്ടി, എല്ലാവർക്കും നെവിനെ ഇഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോഴത്തേക്കും അനുമോളെ പിടിച്ച് തള്ളാൻ തുടങ്ങി, ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി, ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ 3 വാഴകൾ, അതായത് ആര്യൻ, അക്ബർ, നെവിൻ, ഇവരൊഴിച്ചാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ നല്ലതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതായത് ബുള്ളിങ് ഗ്യാങ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ബുള്ളിങ് ഗ്യാങ്, അത് ചുമ്മാ ബീം ബാങ്. അക്ബറൊക്കെ വെറുതെ ബീം ബാങ് ചെയ്യുന്ന മറ്റുള്ളവരെ കുറ്റം പറയുന്നതല്ലാതെ ഒരു കണ്ടൻറ്റും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആൾ താഴെ വീണപ്പോഴും ഒന്നും മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അവൻ അറ്റ്ലീസ്റ്റ് ഓടി വന്നെങ്കിൽ നോക്കിയേനെ എന്താ സംഭവം. അപ്പോൾ അപ്പോഴും അവിടെ നിന്ന് ആക്ടിങ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുന്ന നമുക്ക് എന്തുമാത്രം ഫീൽ ആകുമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ മെയിൽ അയക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ആരുടെയും ഒരു ഫാനല്ല. ഇപ്പം കുറേ പേര് കമൻറ്റ് വന്നിട്ടുണ്ട്, ഈ ചാനൽ എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ PR ചാനലാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. എനിക്ക് 20-30 ലക്ഷം കിട്ടിയിട്ടാണ് ഞാൻ ഇരുന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ കമൻറ്റും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും സീരിയസ് ആക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വന്ന് പറയാം. എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്, അനുമോളിനെ ഇഷ്ടമാണ്, ഷാനവാസിനെ ഇഷ്ടമാണ്, നൂറ, അതിൽ എല്ലാവരും ഇഷ്ടമാണ്. എന്നാൽ അവരൊരു തെറ്റ് ചെയ്യുമ്പോഴും ഞാനത് വന്ന് വീഡിയോ ആക്കാറുണ്ട്, അല്ലാതെ ഇതൊന്നല്ല. പക്ഷേ ഇന്നത്തെ ലൈവ് എന്ന് പറയുമ്പോൾ മനുഷ്യന് ശരിക്കും ഇന്ന് സങ്കടവും വന്നു, അതേപോലെ തന്നെ കട്ട വെറുപ്പും അറപ്പും. ഈ അനുമോൾ പറയുന്നതിന് ഒരു ഇതുമില്ല, അറപ്പും തോന്നി ഈ നെവിനോടൊന്നും. ഏതായാലും നമുക്ക് നോക്കാം. ഷാനവാസ് എന്തായാലും ഈവനിങ് കയറുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും കുഴപ്പമില്ല, ഓക്കെയാണ് എന്നാണ് നമുക്ക് കിട്ടിയത്. നെവിൻ പുറത്തായ ഒരു വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഷാനവാസ് വന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കാമെന്നാണ് ബിഗ് ബോസും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഷാനവാസ് പറയണം എന്നില്ല നെവിനെ പുറത്താക്കാനും. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ബൈ.